നമസ്കാരം, തേടേ ന്യൂസിലേക്ക് സ്വാഗതം. കോട്ടയത്ത് നിന്നും ഹൈദരാബാദിലേക്ക് കൊണ്ടുപോയ 2000 കോടി രൂപ ആന്ധ്രാപ്രദേശിൽ പോലീസ് പിടികൂടി. വാഹനത്തിലുണ്ടായിരുന്ന ഡിവൈഎസ്പി അടക്കമുള്ളവരെ മണിക്കൂറുകളോളം തടഞ്ഞുവെച്ചു. നോട്ടുകൾ കൊണ്ടുപോയത് 2 ഇന്നോവ കാറിലും 1 ട്രാവലറിലും 1 കണ്ടെയ്നർ ലോറിയിലുമായി. RBI നിർദ്ദേശപ്രകാരം കൊണ്ടുപോയ പണം വിട്ടു നൽകിയത് ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക് IPS ഇടപെട്ടതിന് പിന്നാലെ. കോട്ടയത്ത് നിന്നും ഹൈദരാബാദിലേക്ക് നശിപ്പിച്ചു കളയുന്നതിനായി കൊണ്ടുപോയ 2000 കോടി രൂപ ആന്ധ്രാപ്രദേശ് പോലീസ് അനന്തപൂർ ജില്ലയിൽ വെച്ച് പിടികൂടി. വാഹനത്തിലുണ്ടായിരുന്ന കോട്ടയം നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി അടക്കമുള്ളവരെ മണിക്കൂറുകളോളം ആന്ധ്ര പോലീസ് തടഞ്ഞുവെച്ചു. RBIയുടെ നിർദ്ദേശപ്രകാരമാണ് പഴകിയതും മാറ്റിയെടുക്കാനാവാത്തതുമായ 2000 കോടി രൂപയുമായി ഏപ്രിൽ 30 കോട്ടയം നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി സി ജോണിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഹൈദരാബാദിലേക്ക് പോയത്. RBIയുടെ രേഖകളടക്കം കാണിച്ചിട്ടും ആന്ധ്ര പോലീസ് കേരള പോലീസിനെ വിട്ടില്ല. ഇൻകം ടാക്സും ഇലക്ഷൻ കമ്മീഷനും വരെ പരിശോധനയ്ക്കെത്തി. ആന്ധ്രാപ്രദേശിലെ ആനന്ദപൂർ ജില്ലയിൽ വെച്ചാണ് സംഭവമുണ്ടായത്. നോട്ടുകെട്ടുകൾ കൊണ്ടുപോയത് 2 ഇന്നോവ കാറിലും 1 ട്രാവലറിലും കണ്ടെയ്നർ ലോറിയിലുമായിട്ടാണ്. നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി സി ജോൺ, SI മാരായ ജയകുമാർ, അനിൽകുമാർ, CPO അനീഷ്, ബാങ്ക് ഉദ്യോഗസ്ഥർ, സുരക്ഷയ്ക്കായി പോയ പട്ടാളക്കാർ എന്നിവരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. RBI നിർദ്ദേശപ്രകാരം കൊണ്ടുപോയ പണം വിട്ടു നൽകിയത് കോട്ടയം ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക് IPS അനന്തപൂർ DIGയെയും SP യെയും വിളിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് ആന്ധ്ര പോലീസ് വാഹനം വിട്ടു നൽകിയത്.